ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങൾ ലുലുവിലേക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറി വാങ്ങാൻ പോകലാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഞാൻ സാധനങ്ങൾ നോക്കുമ്പോഴേക്കും കുട്ടികൾ മുകളിൽ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ മുകളിലേക്ക് പോയി. ഞങ്ങളിവിടെ ഒമാനിൽ വന്നപ്പോൾ ഇവിടെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഓഫർ പ്രൈസിൽ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ വാങ്ങിയിരുന്നു. അതിൽ ഇപ്പോൾ 3 മാസത്തോളം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സെറ്റ് വാങ്ങിക്കണം, പെട്ടെന്ന് കേടുവരാത്തൊരു സെറ്റ് വാങ്ങിക്കണം പറഞ്ഞിട്ട് അത് നോക്കലാണ്. ഈ ഒരു സെറ്റ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അതിൽ പറഞ്ഞാൽ മരത്തിൻ്റെ പിടി വരുന്നതും അതുപോലെ നല്ല മാർബിൾ കോട്ടിങ്ങുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു സൈഡിൽ ഇതേപോലെ ഓഫറിൽ റെഡ് കളറിലുള്ള ആ നോൺ സ്റ്റിക്കിൻ്റെ അതായിരുന്നു ഞങ്ങൾ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഈ കാണിച്ച കുക്കർ സെറ്റിലൊന്നും ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലുള്ള ഒരു സെറ്റും അവിടെ കണ്ടില്ല. വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് ഇനി നോക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെപ്പറേറ്റ് നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ എടുക്കാമല്ലോ. പച്ചക്കറി കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, അതുപോലെ ക്യാരറ്റ്, ക്യൂക്കമ്പർ, അങ്ങനെയുള്ള കുറച്ച് മല്ലിയില, പുതിനയില, കൂനി, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് പച്ചക്കറിയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചീസിൻ്റെ സെക്ഷനിലേക്ക് പോയി. കുറച്ച് മുസറല്ല ചീസ് വേണം. അപ്പോൾ അതൊന്നൊരു പാക്കറ്റ് എടുത്തു. പിന്നെ പാലിൻ്റെ സെക്ഷനിലേക്ക് പോയി. 2 ടൈപ്പ് പാലെടുത്തിരുന്നു. ഒന്ന് ചായ വയ്ക്കാനും പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കുക, പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ തൈര് വാങ്ങിച്ചു. ഇതാകുമ്പോൾ ഏകദേശം 1 മാസത്തോളം എത്തും. പിന്നെ ഓരോ ട്രേ കോഴിമുട്ടയും കാടമുട്ടയും വാങ്ങിച്ചു. പിന്നെ നേരെ ഓയിലിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ നാടൻ റെസിപ്പീസിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ വേണമല്ലോ. അപ്പോൾ ഒരു ടിൻ്റെ വെളിച്ചെണ്ണ എടുത്തു. ഈസ്റ്റേണിൻ്റെ ഒരു ബോക്സ് കോക്കനട്ട് പൗഡർ എടുത്തു. പിന്നെ തേങ്ങ ചിരവിയതും ഒരു ബോക്സ് എടുത്തു. ഇവിടെ നിന്ന് പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങിച്ചു. സുത്തുവിന് ട്രോളിൽ നിന്ന് സാധനങ്ങളൊക്കെ ബില്ല് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടോ. പിന്നെ ഇനി ഞങ്ങൾ നേരെ പോയത് നമുക്ക് ചെറിയൊരു കോഫി ഷോപ്പിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡ് കിട്ടും. ഇവിടുത്തെ സ്പെഷ്യൽ നേർച്ചച്ചോറും ഇറച്ചിയും അതുപോലെ വട്ടുപത്തിരിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇങ്ങനെ റൂമിലെത്തി. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിയിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാൽ എല്ലാ സാധനങ്ങളും ഇല്ലേ, അവിടെ കാണിച്ചിട്ടുള്ള പ്രൈസ് തന്നെയാണോ ബില്ലിൽ, എന്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.